ഇബാ എന്റെ ഈ മീശ ഇങ്ങനെ ആക്കിയതിനെ കുറിച്ച് എന്താ എന്റെ അഭിപ്രായം? പക്ഷെ ഇതൊരു ചേഞ്ച് ആയില്ല, ഒരു വെറൈറ്റി ആയില്ലേ? ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തതില്ലേ? എനിക്ക് ചേഞ്ച് ആഗ്രഹിക്കുന്ന ഇഷ്ടല്ലേ? ഇപ്പൊ ഈ യൂസ് ചെയ്യുന്ന ഒരു ഫോണ് ഒരു 1 ഇയർ കഴിഞ്ഞാൽ ഇതിന്റെ പുതിയൊരു വേർഷൻ ഇറങ്ങി കഴിഞ്ഞാൽ ഈ മാറ്റൂലേ? അല്ലേ, പൈസ ഉണ്ടെങ്കിൽ മാറ്റൂലേ? അപ്പൊ എനിക്ക് ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരാളല്ലേ? അതേപോലെ എനിക്കും കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഫോട്ടോ എന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് വെറൈറ്റികളായിട്ട് ഓരോ ഫോട്ടോസ് എടുക്കുന്നത്. പക്ഷെ ചില സമയത്ത് നമുക്ക് എല്ലാം പോസിബിൾ ആവില്ല. ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എനിക്കൊരു റോൾസ് റോയ്സിന് ഒരു ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോട്ടോ, മേ ബി അതിപ്പോ എനിക്ക് പോസിബിൾ ആവും. പക്ഷെ ഇപ്പൊ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത ഒരുപാട് കാറുകൾ ഉണ്ടാവും. ആ ഒരു കാറ് ഇപ്പൊ ഞാൻ വിചാരിക്കണം, ഇപ്പൊ എനിക്ക് ആ ഒരു രൂപത്തിൽ ഒരു കാറ് ഡ്രൈവ് ചെയ്യുന്ന രൂപത്തിൽ ഒരു ഫോട്ടോ ആണെന്ന് ഇപ്പൊ എനിക്ക് അറ്റ് എ ടൈമിൽ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ പോസിബിൾ ആവോ? കിട്ടും. അതിനൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിന് വെബ്സൈറ്റോ? ആർട്ട്ഫ്ലോ AI എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതായത് എന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ ഏത് കാറാ വിളിക്കണ്ടേ? നാട്ടിൽ കിട്ടാത്തൊരു കാർ അല്ലെങ്കിൽ പോട്ടെ, കാറാണ് എനിക്കൊരു ഹെലികോപ്റ്റർ അടിച്ചു കൊടുക്കാം. അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ പറപ്പിക്കുന്ന അതിന്റെ ഫോട്ടോ കിട്ടും. ഏത് ഫോട്ടോസ് നമുക്ക് കിട്ടും. എന്താണ് വെബ്സൈറ്റ് പേര്? ആർട്ട്ഫ്ലോ AI. അപ്പൊ അതില് ഇപ്പൊ എന്റെ ഏത് ആഗ്രഹങ്ങളും എനിക്കൊരു ഫോട്ടോ രൂപത്തിൽ സാധിച്ചെടുക്കാൻ പറ്റും. ഇതെനിക്ക് അപ്ലോഡ് ഒക്കെ ചെയ്തൂടെ? ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആൻഡ് ഒറിജിനാലിറ്റി ഒക്കെ തോന്നും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിവ്യൂസ് ഒക്കെ നമ്മുടെ ഇവിടെ അറിയിക്കുക, കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ കെൻവി ഡിജിറ്റൽ അക്കാഡമി.